ഇവിടെ എന്റേതായ സ്ഥാനമുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ ചിലപ്പോൾ ഞാൻ 3-4 ബിരിയാണി കൂടുതൽ കഴിച്ചു വരും. നിതിൻ പോളിയുടെ ഈ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് മറക്കാൻ ചാൻസ് ഇല്ല അല്ലേ? നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ ഒരു വട്ടമല്ല എപ്പോഴെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമുക്ക് ടെൻഷനോ സ്ട്രെസ്സോ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കും. ഇതെന്തുകൊണ്ടാവാം? അതെന്താന്ന് വെച്ചാല് നമ്മൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ടെൻഷൻ അനുഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടും. ഇത് കൂടുമ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കുറയുകയും നമുക്ക് വിശപ്പ് അനുഭവിക്കുകയും നമ്മൾ കൂടുതലായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കോർട്ടിസോൾ കൂടുമ്പോൾ കുറയുന്ന ഒരു ഹോർമോണാണ് സെറോട്ടോണിൻ, ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് സെറോട്ടോണിൻ, ഡോപ്പമിനും. ഇത് കുറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്റ്റാർച്ചി ആയിട്ടുള്ള അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ്, സ്വീറ്റ് ആയിട്ടുള്ള ഭയങ്കര മധുരമുള്ള ഫുഡ്സിനോട് ക്രേവിങ്സ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ജങ്ക് ഫുഡ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ക്രേവിങ്സ് നമുക്ക് കൂടുതലായിട്ട് ഫുഡ് ഇൻടേക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ട്രെസ് എല്ലാം വരുമ്പോൾ ഫുഡ് കഴിക്കുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം ഇതാണ്. പക്ഷെ ഇതൊരു പരിഹാര മാർഗമാണോ? അല്ല. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാണ് വേണ്ടത്. അതായത് സ്ട്രെസ്സിനെ ഇപ്പോൾ യോഗ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ എക്സസൈസ്, സ്ലോ ബ്രീത്തിങ് ഒക്കെ പോലുള്ള എക്സസൈസ് ഒക്കെ ചെയ്ത് ഈ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.